നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ 2 സൈഡ്സ് എന്നുള്ള സെക്ഷനാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതായത് ആ രണ്ട് ത്രികോണങ്ങളുടെയും 3 വശങ്ങൾ തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാവാം. അതായത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയാൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആവാം. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ പഠിച്ചില്ല, അതെന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ 2 എൻഡ് ആംഗിൾസും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോടും 2 എൻഡ് ആംഗിൾസിനോടും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആവാം. ASA അതായത് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് ത്രികോണങ്ങളുടെ ഓരോ വശവും അതിൻ്റെ 2 കോണുകളും തുല്യമായാൽ തുല്യ ത്രികോണങ്ങളാവാം. അതായത് സൈഡ് സൈഡ് സൈഡ്, അതുപോലെ ആംഗിൾ സൈഡ് ആംഗിൾ, ഈ 2 കണ്ടീഷൻസാണ് ഈക്വൽ ട്രയാങ്കിൾസ് ആവുന്നതിന് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം ഞാൻ. ഈ ട്രയാങ്കിൾ ഇത് ഒരു 7 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ ആംഗിള് 30 ഡിഗ്രിയും ഈ സൈഡ് 4 സെൻറ്റിമീറ്ററുമാണ്. ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ 2 സൈഡ്സ്, ഒന്ന് 7 സെൻറ്റിമീറ്ററും ഒന്ന് 4 സെൻറ്റിമീറ്ററും, പിന്നെ അതിനിടയിൽ വരുന്ന ആംഗിൾ 30 ഡിഗ്രിയുമാണ്. ഇനി ഈ ട്രയാങ്കിളിനെ ഞാൻ വേറൊരു രീതിയിൽ വരയ്ക്കുകയാണ്. അതായത് 7 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ എടുത്തു. ഈ എൻഡിൽ നിന്നല്ലേ 30 ഡിഗ്രി കൊടുത്തത്, ഞാൻ ഈ എൻഡിൽ നിന്ന് 30 ഡിഗ്രി കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് 30 ഡിഗ്രി എടുത്തു. ഇത് ഇവിടുന്ന് 30 ഡിഗ്രി എടുത്ത് ഇവിടെ 4 സെൻറ്റിമീറ്ററും. ഇങ്ങനെ വരച്ചാൽ ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എങ്ങനെ ഈക്വൽ ആവും? അതായത് ഇവിടെ ഒരു സൈഡ് 7ഉം ഒരു സൈഡ് 4ഉം അതിവിടെ ഉണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ 30 ആണ്, അതുമുണ്ട്. ഇനി മൂന്നാമത്തെ സൈഡ് അതും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ? അല്ലെങ്കിൽ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ലേ? ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ ഈ 7 സെൻറ്റിമീറ്റർ ആദ്യം ഇങ്ങനെ വരച്ചു. 7 സെൻറ്റിമീറ്റർ. അതായത് താഴോട്ട് ഇവിടുന്ന് ഒരു 30 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇങ്ങനെ വരച്ചാലും ഈ ട്രയാങ്കിളും ഇതിനോട് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഈ 3 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 2 സൈഡ്സ് ഈക്വലായി വന്നിട്ടുണ്ട്. 2 സൈഡ്സ് മാത്രമല്ല, അതിനിടയിലുള്ള ആംഗിളും ഈക്വലായി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളായിരിക്കും. എങ്ങനെയാണ്? 2 വശവും അതിനിടയിൽ വരുന്ന കോണളവും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശത്തിനോടും അതിനിടയിലുള്ള കോണളവിനോടും തുല്യമായാൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് വരച്ച് നോക്കാം. ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം ഒരു 7 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 30 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് ഈ സൈഡ് കിട്ടും, അത് 4 സെൻറ്റിമീറ്റർ എടുക്കുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇനി ഈ ട്രയാങ്കിൾ വരച്ചത് എങ്ങനെയാണ്? ഒരു 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് 30 ഡിഗ്രി എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഇതുപോലെ ഈ 2 ആംഗിൾസും ഇവിടെയും ഈക്വലായി വരും. നിങ്ങൾ വരച്ച് നോക്കൂ, അപ്പം മനസ്സിലാവും. അതേപോലെ തിരിച്ച് വരച്ചാലും. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സൈഡ് ആംഗിൾ സൈഡ്. സൈഡ് ആംഗിൾ സൈഡ്, 2 സൈഡ്സും ഒരു ആംഗിളും. SAS അത് നമ്മളിപ്പോൾ 3 പഠിച്ചു. SSS, ASA,
SAS. SAS എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിനോടും അതിനിടയിലുള്ള ആംഗിളിനോടും ഈക്വലായി വന്നാൽ they are equal triangles. ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, അത് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇതും 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും പാരലൽ ആണോ ഈക്വൽ ആണോ? അപ്പോൾ നമ്മൾ ഈ രണ്ട് ലൈൻ വരച്ചു. ഇത് രണ്ടും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്കറിയില്ല, ഈ രണ്ട് സൈഡിൻ്റെയും ലെങ്ത്ത് അറിയില്ല. ഇത് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഈക്വൽ ആണോ, ഇത് ഈ രണ്ട് ലൈനും പാരലാണോ? അതായത് രണ്ട് ലൈൻസ്, രണ്ട് സമാന്തര രേഖകൾ തന്നിട്ടുണ്ട്. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ലൈനുകളാണ് ഇത്. അപ്പം ഇത് ഈ രണ്ട് രേഖകളും സമാന്തരമാണോ തുല്യമാണോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം അങ്ങനെ തെളിയിക്കാനായിട്ട് നമ്മൾ ഒരു ഡയഗണൽ വരച്ചാൽ അല്ലെങ്കിൽ ഒരു വികർണം വരച്ചാൽ ഇത് രണ്ട് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യൂലേ, ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് ഇത് വരും. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നമുക്കൊരു ഡയഗണൽ വരയ്ക്കാം. അപ്പം ഇതിന് പേര് കൊടുക്കാം A, B, C, D. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADCയും അതുപോലെ ട്രയാങ്കിൾ BCAയും. ട്രയാങ്കിൾ ADC, ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BCA. ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് AC അല്ലേ? അപ്പം നമുക്ക് പറയാം AC ഈക്വൽസ് AC ഓർ CA. എന്താണ് കോമൺ സൈഡ്? രണ്ട് ട്രയാങ്കിളിനും പൊതുവായിട്ട് വരുന്ന വശമാണ് കോമൺ സൈഡ്. ഇനി ഈ സൈഡും ഈക്വൽ ആണ്, രണ്ടും എന്താണ് ഈക്വൽ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. AB ഈക്വൽ ഈ സൈഡ് DC. AB ഈക്വൽസ് DC. ഇതെന്താണ്? ഇത് ഗിവൺ ആണ്. നമുക്ക് ഈ സൈഡ്സ് പാരലൽ ആണെന്നും ഈക്വൽ ആണെന്നും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതെഴുതാം. ഈക്വൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ ഒരു സൈഡ് കോമൺ ആയിട്ട് കിട്ടി, പിന്നെ രണ്ട് സൈഡ് തുല്യമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ നോക്കാം. ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും. ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ AB എന്നുള്ളതും DC എന്നുള്ളതും രണ്ട് പാരലൽ ലൈൻസ് ആണ്. രണ്ട് പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ഈ AC? ഇങ്ങനെ വരും. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിളും, അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ആംഗിൾ എന്താ പറയുക? ആംഗിൾ BAC. ആംഗിൾ BAC.
എ സി ഈക്വൽ ആംഗിൾ, ഈ ആംഗിൾ എന്താണ്? ഡി സി എ. റീസൺ alternate angles. alternate angles ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഈ രണ്ട് ട്രയാങ്കിളിലും രണ്ട് സൈഡ്സും ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ രണ്ട് സൈഡും അതുപോലെ ഈ ഒരു സൈഡും കോമൺ ആണ്. പിന്നെ ആ രണ്ട് സൈഡ്സും ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് അല്ലേ. രണ്ട് സൈഡ്സും അതിനായി അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും, ഈ സൈഡും ഈ ആംഗിളും, അതുപോലെ ഇവിടെ ഈ സൈഡും ഈ ആംഗിളും. അപ്പം നമുക്ക് പറയാമല്ലോ, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. നമ്മളിപ്പോൾ പഠിച്ച തിയറം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചെല്ലാം, രണ്ട് സൈഡ്സും ഒരു ആംഗിളും, SAS. Therefore, triangle ADC and triangle BCA are equal triangles. Equal triangles. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്ത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്ത്? നമ്മൾ ഈ രണ്ട് ത്രികോണങ്ങളും പരിഗണിച്ചു, എന്നിട്ട് ഈ സൈഡും ഈ വശവും തുല്യമാണ്, അത് ഗിവൺ തന്നിട്ടുള്ളതാണ്. അതുപോലെ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് AC. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വലായി. രണ്ട് വശങ്ങൾ, ഈ രണ്ട് വശങ്ങളുടെയും ഇടയിൽ വരുന്ന കോണുകൾ, ആ കോണുകളും തുല്യമാണെന്ന് തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ട് വശവും ഒരു കോണും, therefore രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് വശങ്ങളും തുല്യമാണോ? അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ ഈ രണ്ട് സൈഡുകളും, ഈ ADയും BCയും. ഇനി അല്ലാതെ പറയുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിലും ഈ ആംഗിളും ഈക്വൽ ആണ്. രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നും പ്രൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BC, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് AD. therefore ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. AD ഈക്വൽ BC. ഇവിടെ എന്താണ്? സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് അല്ലേ, ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡ്സും പാരലൽ ആണോ, അല്ലെങ്കിൽ ഈ രണ്ട് വശങ്ങളും സമാന്തര രേഖകളാണോ, ഇത് രണ്ടും സമാന്തരങ്ങളാണോ എന്നാണ് ഇനി തെളിയിക്കേണ്ടത്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നോക്കി, ഈ രണ്ട് ആംഗിളും നോക്കാം. ഈ ആംഗിൾ എന്താണ്? ആംഗിൾ DAC. അതുപോലെ ഈ ആംഗിൾ എന്താണ്? ആംഗിൾ BCA. ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്താ പറയുക? DAC ഈക്വൽ ടു ആംഗിൾ BCA. അതായത് ഇപ്പം ഇവിടെ നോക്ക്, അതായത് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും അതിന് ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഈ ട്രയാങ്കിളിൽ ഇതും, അതുപോലെ ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഇതും. ആ റീസണും പറയാം. അപ്പോൾ ആംഗിൾ DAC is equal to ആംഗിൾ BCA കറസ്പോണ്ട്. പിന്നെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്.
ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിളാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ഈ ഒരു ലൈൻ, അതായത് ഈ ലൈൻ ഇപ്പോൾ AD ആണ്. അതുപോലെ ഈ ലൈൻ എന്താണ്? BC. ഇതിനെ കട്ട് ചെയ്തിട്ട് വരുന്ന ആംഗിളാണല്ലോ ഇത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്നതാണല്ലോ ഈ ആംഗിളും. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ രണ്ട് സൈഡ്സും പാരലൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ രണ്ട് ലൈൻസും പാരലൽ ആയതുകൊണ്ടാണ് ഈ ആംഗിൾസ് ഈക്വൽ ആവുന്നത്. ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്ത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. ആംഗിൾ DAC ആൻഡ് ആംഗിൾ BCA ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് and they are equal. Alternate angles and they are equal. അതായത് ഇവിടെ മറുകോണുകൾ തുല്യമാണ്. മറുകോണുകൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് രേഖകളെ ഛേദിക്കുന്ന രേഖയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രേഖകളും സമാന്തര രേഖകളായിരിക്കും. Therefore DA പാരലൽ ടു BC. DAയും BCയും പാരലായിരിക്കും. പാരലൽ എന്നുള്ളതിന് ഉള്ള സിമ്പൽ നിങ്ങൾക്കറിയാമല്ലോ. അല്ലെങ്കിൽ therefore DA and BC are parallel. Sides are parallel. മനസ്സിലായില്ലേ? അതായത് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വലായി വന്നതിൽ നിന്നാണ് നമുക്ക് ഈ ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ.